ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ MTCSRലെ ലാസ്റ്റ് മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത് വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. ആ കുറച്ച് ടോപ്പിക്ക് മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് CSR? അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു കമ്പനി ബിസിനസ് നടത്തുമ്പോൾ അവിടെ ലാഭം, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല അവരുടെ എയിം, മറിച്ച് നമ്മുടെ സൊസൈറ്റിയും അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റും നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് CSR പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു CSR എന്ന് പറയുന്നത് വെറും ദാനം മാത്രമല്ല. ദാനം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കമ്പനി പ്രോഫിറ്റ് അല്ല കൂടുതൽ ലക്ഷ്യം വെക്കണത്, മറിച്ച് ആ ഒരു എൻവിറോൺമെൻറ്റ് കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ടാണ് എന്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വെറും ദാനം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനി ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം രീതിയിലോട്ടാണ്. കാരണം പ്രോഫിറ്റ് നമുക്ക് എയിം വെക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ സൊസൈറ്റിക്കും എൻവിറോൺമെൻറ്റിനും ഒക്കെ കൊടുക്കണം. നെക്സ്റ്റ്, എവല്യൂഷൻ ഓഫ് CSR. അതായത് ഇന്നത്തെ കാലത്ത് CSR പല കമ്പനികളും ഒരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ CSR ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ചരിത്രങ്ങളുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഫിലാന്ത്രോഫിക് ഫേസ്, അതായത് ദാനഘട്ടം. ഈ ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1900 to 1950 സെഞ്ചുറികളിലാണ്. അതായത് ബിസിനസ്സുകൾ അന്ന് എങ്ങനെയായിരുന്നു, സമൂഹത്തിന് ദാനം നല്ലോണം ചെയ്യുമായിരുന്നു. അന്നത്തെ കാലത്തെ ബിസിനസ്സിൽ ഉടമകളുടെ നല്ല മനസ്സ് കാരണമാണ് ഈ ഒരു പ്രോസസ്സ് നടന്നിരുന്നത്. അതായത് ചാരിറ്റി വർക്ക് നല്ലോണം ചെയ്യുമായിരുന്നു. ഇത് അങ്ങനെ ഗവൺമെൻറ് പറഞ്ഞിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും റൂൾസോ റെഗുലേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല അന്നത്തെ കമ്പനികൾ ചെയ്തിരുന്നത്. അവരുടെ നല്ല മനസ്സ് കാരണമായിരുന്നു ഇങ്ങനെ ചാരിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, അനാഥാലയങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നു, ചാരിറ്റി പൈസ കൊടുക്കുക, അവരെ സഹായിക്കുക, ചാരിറ്റി അങ്ങനത്തെ രീതിയിലോട്ട് അവരെ സഹായിക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് കാലഘട്ടം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവയർനെസ് ഫേസ്. അതായത് ഈ ഒരു കാലഘട്ടം 1950 മുതൽ 1970 സെഞ്ചുറീസ് വരെ നിന്നത്. അതായത് ബിസിനസ്സിന് ഫൈനലി മനസ്സിലാവാണ് നമ്മൾ സമൂഹത്തിന് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന് തിരിച്ചറിവ് വരികയാണ്. അങ്ങനെ ഈ ഒരു CSR എന്നുള്ള ആ ഒരു പോളിസി എന്ത് ചെയ്യുന്നു, വലിയൊരു ചർച്ചയായി മാറാണ്. അപ്പോൾ ആ ചർച്ചകളിൽ അവർ കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു. അവർ ചർച്ച ചെയ്തത് അവിടെയുള്ള ജീവനക്കാർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഇനി പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് അവരുടെ സാലറീസൊക്കെ അവർ അർഹിക്കുന്നത്ര ഉണ്ടോ, അങ്ങനെ സോഷ്യലി നമ്മുടെ പീപ്പിൾസിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും അവർ ചർച്ച ചെയ്തെടുക്കുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ പീപ്പിൾസിന് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തു, അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് ടൈം കുറച്ചു, പിന്നെ സാലറീസ് കൂട്ടി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ CSRൻ്റെ ഒരു പോളിസി കാരണം അവർക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. നെക്സ്റ്റ് കാലഘട്ടമായിരുന്നു സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് ഫേസ്. അത് 1970 to 1990 സെഞ്ചുറിയാണ്. അതായത് ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രമല്ല പരിഗണിക്കേണ്ടത്. അതായത് അവിടെ ഓഹരി, അതിൻ്റെ ഓണർഷിപ്പിലുള്ള ആളുകളെ മാത്രം പരിഗണിച്ചാൽ പോരാ, അവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പരിഗണിക്കണം. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ, നമ്മുടെ സൊസൈറ്റി, അതുപോലെ തന്നെ ഗവൺമെൻറ്, നമ്മുടെ ഉപഭോക്താക്കൾ, കസ്റ്റമേഴ്സ്, ഇവരൊക്കെ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ പരിപാലിക്കണം, അതായത് പരിഗണിക്കണം. ഇവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യുമ്പോൾ സുരക്ഷിതമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്കും സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് കാണിച്ചുകൊണ്ടും പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടൊക്കെ ആയിരിക്കണം അവിടെ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മ കാണിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എൻവിറോൺമെൻറ്റിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാക്കുക. അപ്പം എന്തായാലും വേസ്റ്റുകൾ ഉണ്ടാക്കും. വേസ്റ്റുകൾ മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എൻവിറോൺമെൻറ്റിനെ ഹാംഫുൾ ആക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് സേഫ്റ്റിയോട് കൂടിയിട്ട് കൊടുക്കുക. അതായത് പ്രൊഡക്റ്റിൽ ക്വാളിറ്റി ഉണ്ടാവണം എന്നൊക്കെയാണ് പറയണത് ഈ ഒരു കാലഘട്ടത്തിൽ. നെക്സ്റ്റ്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഫേസ്. 1980 to 1990 സെഞ്ചുറികളിലാണ്. അതായത് നമ്മൾ നിയമം പാലിക്കണം എന്നത് വിചാരിച്ചുകൊണ്ട് ജസ്റ്റ് വെറുതെ പാലിച്ചാൽ പോരാ, അത് നീതിപരമായിട്ട് തന്നെ നമ്മൾ പ്രോസസ്സ് കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ട്രാൻസ്പെറൻസി ഉണ്ടാവണം, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ
അക്കൗണ്ടബിലിറ്റിയിൽ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചേർക്കാൻ പാടില്ല. ശരിയായ രീതിയിലോട്ട് കള്ളത്തരങ്ങൾ കാണിക്കാതെ ചെയ്യണം. അതുപോലെ തന്നെ തെറ്റായ പരസ്യങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാനും പാടില്ല. നെക്സ്റ്റ് സ്ട്രാറ്റജിക് CSR സ്റ്റേജ്. അത് 1990 മുതൽ 2000 സെഞ്ചുറി വരെയാണ് ഉണ്ടായത്. അതായത് ബിസിനസ് ഈ CSRനെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു രൂപത്തിലോട്ട് മാറ്റിയെടുത്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഒരു IT കമ്പനി ഡിജിറ്റൽ എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഈ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കണ ബിസിനസ് എന്ത് ചെയ്തു, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വിതരണം ചെയ്യുക. അങ്ങനെ ഇവർ എന്ത് ചെയ്തു, ഈ ഒരു CSR എന്നുള്ള സംഭവം ഒരു തന്ത്രപരമായിട്ട്, അതായത് അവരുടെ ബിസിനസ് ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് അതൊരു തന്ത്രപരമായ രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ള വ്യക്തികളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ജനറേഷൻ്റെ വ്യക്തികളുടെ ആവശ്യങ്ങളും നടപ്പിലാക്കി കൊടുക്കൽ. അതുപോലെ തന്നെ നമ്മുടെ എൻവിറോൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കൽ മലിനീകരണങ്ങളിൽ നിന്ന്. അതുപോലെ തന്നെ ട്രിപ്പിൾ ബോട്ടം ലൈൻ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് മാൻഡേറ്ററി ഓഫ് CSR. അത് 2013 മുതലാണ് നിർബന്ധമാക്കിയത്. അതായത് ഇന്ത്യയിൽ CSR നിർബന്ധമാക്കിയതാണ് കമ്പനികൾ ഇത് കൊടുക്കണം എന്നുള്ളത്. അതായത് ഓരോ കമ്പനികളുടെയും ലാഭത്തിൻ്റെ 2% CSRന് കൊടുക്കണം. ഇപ്പോൾ 500 കോടി നെറ്റ് പ്രോഫിറ്റ് ഉള്ളവരും അതുപോലെ തന്നെ 1000 കോടി വരുമാനമുള്ളവരും പിന്നെ 5 കോടി ലാഭമുള്ള കമ്പനികൾ എന്ത് ചെയ്യണം, അതായത് അവരെ കമ്പനികളിൽ നിന്ന് 2% CSR കൊടുക്കണം. അത് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ എവല്യൂഷൻ ഓഫ് CSRൻ്റെ ഒരു ചരിത്രം. അത് ഇന്നത്തെ കാലത്തെ സ്ട്രാറ്റജിയിലോട്ട് എത്തിപ്പെടാമെന്ന ഇത്രയും കാലഘട്ടങ്ങൾ, ഇത്രയും സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നിലയിലെത്തിയത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. അതായത് CSR എന്ന് പറഞ്ഞാൽ ലക്ഷ്യം പ്രോഫിറ്റ് മാത്രം കിട്ടുക എന്നുള്ളതല്ല, നമ്മുടെ സമൂഹത്തിനെ കൂടി സഹായിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നിർബന്ധമാക്കിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനികളിലൊക്കെ CSR വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഹാൻസ് കോർപ്പറേറ്റ് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിന് അതിൻ്റെ ഇമേജുകളൊക്കെ വർദ്ധിക്കും. ഇങ്ങനെ CSR നല്ലൊരു എൻവിറോൺമെൻറ്റിനും അതുപോലെ തന്നെ സൊസൈറ്റിക്കും നല്ലത് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമേജ്, ആ ഒരു ബിസിനസ്സിൻ്റെ ഇമേജ് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള കസ്റ്റമേഴ്സ്, മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരുടെ ഇടയിലൊക്കെ ഈ ഒരു കമ്പനിക്ക് നല്ലൊരു പേര് വരുന്നു, ഒരു ഗുഡ് വിൽ, നല്ല ഇമേജ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കമ്പനിയോട് പൊതുജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നു, ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ വരുന്നു. കാരണം ഇത്രയും വിശ്വാസമുള്ള ഒരു കമ്പനി, അതുപോലെ തന്നെ പേര് കേട്ട കമ്പനിയൊക്കെ ആകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ട് തേടി വരുന്നു. അതുപോലെ തന്നെ പീപ്പിൾസിന് ആ ഒരു കമ്പനിയോടുള്ള വിശ്വാസം. അപ്പം ഇതതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് ബിൽഡ് കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി. അതായത് കസ്റ്റമേഴ്സ് എപ്പോഴും ചൂസ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയോടുമായിട്ട് ഇടപെട്ടിട്ടുള്ള കമ്പനീസുകളാണ് ഈ ഒരു കസ്റ്റമേഴ്സ് അധികം പ്രിഫർ ചെയ്യുക. കാരണം അത്തരം കസ്റ്റമേഴ്സ് ഭയങ്കര ട്രസ്റ്റ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പേര് കേട്ടതൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റിലും ക്വാളിറ്റി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതി സമ്പന്നമായ പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഓരോ പ്രൊഡക്ട്സും ഉണ്ടാക്കുക. അപ്പോൾ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നു ഇത്തരം കമ്പനികൾ. അപ്പോൾ അത് കാരണം തന്നെ കസ്റ്റമേഴ്സ് കുറേ കാലത്തേക്ക് ഈ ഒരു കമ്പനിയുമായി അട്രാക്റ്റ് ചെയ്തിട്ട് നിലനിന്ന് പോകും. നെക്സ്റ്റ് ഒരു പോയിന്റാണ് ഇംപ്രൂവ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിറ്റൻഷൻ. അതായത് ബിസിനസ്സുകാർ അവരുടെ എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള സാലറീസുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അവരെല്ലാം കൺസിഡറേഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു എംപ്ലോയീസിന് തന്നെ അവരുടെ കമ്പനീനെ കുറിച്ചിട്ടൊരു ഗുഡ് വില്ല് വരും. അത് കാരണം എംപ്ലോയീസിൻ്റെ ചിന്താഗതികളൊക്കെ മാറിയിട്ട് ആ ഒരു കമ്പനിയിൽ തന്നെ അവർ നിലനിർത്തുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നല്ല കഴിവുകളുള്ള എംപ്ലോയീസ് ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോവുകയില്ല. എന്നാൽ ഈ ഒരു കമ്പനീൻ്റെ റെപ്യൂട്ടേഷനൊക്കെ ഗുഡ് വില്ലൊക്കെ അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എംപ്ലോയീസ്, നല്ല കഴിവുള്ള എംപ്ലോയീസ് ഈ ഒരു കമ്പനിയിലോട്ട് എത്തിച്ചേരും ചെയ്യും. ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല കഴിവുള്ള എംപ്ലോയീസ് എന്തായാലും എത്തിച്ചേരും. നെക്സ്റ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ മാർക്കറ്റ്. അതായത് CSR കമ്പനികളെ നമ്മളെ കോമ്പറ്റീഷൻ മറ്റുള്ള കമ്പനികളിൽ നിന്ന് വേർതിരിച്ച് കാണുന്നു. അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഇവരെ ഇത്തരം കമ്പനികൾ ആകർഷിക്കുന്നു.
അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് ഒരു പോയിന്റ്, അട്രാക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇംപ്രൂവ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അതായത് ഈ CSR ഉള്ള കമ്പനികളിലോട്ടാണ് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റീവ്നെസ് വരുന്നത്. കാരണം അവിടെ നമുക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. അതുപോലത്തെ ഇതൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു കമ്പനികളായിരിക്കും. ഇവിടെ നമുക്ക് നഷ്ടം പറയാൻ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ എൻവയോൺമെന്റലി യൂസ് ചെയ്തുകൊണ്ടുള്ള നാച്ചുറൽ റിസോഴ്സാണ് ഇവിടുത്തെ പ്രൊഡക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനൊക്കെ 100% ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ലാഭം ഈ ഒരു കമ്പനിക്ക് കിട്ടും. നെക്സ്റ്റ്, സ്ട്രെങ്തൻസ് റിലേഷൻഷിപ്പ് വിത്ത് സൊസൈറ്റി ആൻഡ് ഗവൺമെൻറ്. അതായത് നമ്മൾ CSR ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ തുടർന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കവിടെ ശത്രുക്കളുടെ എണ്ണം കുറയും. കാരണം സൊസൈറ്റി, ഗവൺമെൻറ്, ഏജൻറ്റുകൾ ഇവരൊക്കെ നമ്മുടെ നല്ല റിലേഷൻഷിപ്പിലേക്ക് വരും. കാരണം നമ്മൾ എൻവിറോൺമെൻറ്റ് ഹാംഫുൾ ആക്കണ ഒന്നുമില്ല, റൂൾസൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ലോങ് ടൈം ഗ്രോത്ത്. പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ എൻകറേജ് ചെയ്യേണ്ട ഒരു എക്സാമ്പിൾ, നമ്മൾ ഈ പ്ലാസ്റ്റിക് പാക്കേജിന് പകരം ഇപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്നു. കാരണം അത് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ ഹാംഫുൾ ആക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് CSRൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. സ്റ്റേക്ക് ഹോൾഡർ തിയറി. അതായത് ഒരു ബിസിനസ്സിൽ സ്വാധീനം ചെലുത്തുന്നവർ, അത് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, ഇപ്പോൾ ഓണേഴ്സ് ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം, ഇവർ ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, അവരാണ് സ്വാധീനം ചെലുത്തുന്നവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നവർ, അതായത് ആ ഒരു ബിസിനസ് നല്ല ലെവലിൽ ഹൈ പ്രോഫിറ്റിലും നല്ലൊരു അടിപൊളിയായിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഫുൾ ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇത് കാരണം ആ ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും നല്ല ഫെസിലിറ്റീസ് കൊടുത്തിട്ട് ഇവർ വളർന്ന് വരികയാണ്. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം എന്ത് ചെയ്യാണ്, അവിടെയുള്ള കസ്റ്റമേഴ്സോ ആരെങ്കിലും സപ്ലയേഴ്സോ ഇവർ സ്വാധീനിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ളവരെയും എന്തെന്ന് പറയും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അതായത് ആ ഒരു കമ്പനിയിലെ ഓണേഴ്സുകളോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെൻറ്, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാരണം സ്വാധീനിക്കപ്പെടുന്നവരൊക്കെ എന്തെന്ന് പറയാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ എന്ന് പറയാം, ഓണേഴ്സ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവർക്ക് വരുന്ന കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, സൊസൈറ്റി, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരും. അതായത് ഒരു ബിസിനസ്സിലുള്ള സ്വാധീനം ചെലുത്തുന്നവരും അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം സ്വാധീനിക്കപ്പെടുന്നവരുമാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവരാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും താല്പര്യം കേൾക്കണം, എല്ലാവർക്കും കൺസിഡറേഷൻ കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു കമ്പനി പറയുമ്പോൾ ലാഭം കിട്ടുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്തുകൊണ്ടാവരുത്. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഒരു ഫാക്ടറി, അപ്പോൾ ഈ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ നല്ല രീതിയിലോട്ട് മലിനം പുറത്ത് വിടുന്നൊരു ഫാക്ടറിയാണ്. അതായത് വെള്ളത്തിൽ മലിനം കലർത്തുന്നു, അതായത് ഈ ഫാക്ടറിത്തെ വേസ്റ്റേജ് ഒക്കെ നമ്മൾ കടലിൽ ഒഴുക്കുന്നു. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അങ്ങനെ പല പൊല്യൂഷൻസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഇത്രയും പൊല്യൂഷൻസ് അവർ കെമിക്കലാണ് ഈ പുറത്ത് വിടുന്നത്. അങ്ങനെ കെമിക്കൽ പുറത്ത് വിട്ടുകൊണ്ട് അവർക്ക് ആ ഒരു ഫാക്ടറിയിൽ ലാഭം ഉണ്ടാവുന്നു. പക്ഷെ അതെന്താണ്, നമ്മുടെ എൻവിറോൺമെൻറ്റിൽ നമ്മുടെ മറ്റുള്ള ജനങ്ങളെ, അവരുടെ ലാൻഡിനൊക്കെ ഇവരെന്ത് ചെയ്യാൻ നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ നശിപ്പിച്ച് കൊണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ലാഭം ഉണ്ടാക്കാൻ പാടില്ല. നെക്സ്റ്റ്, ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച്. അതായത് ഇവിടെ ഒരു ബിസിനസ് വിജയകരമാകണത് അതിൻ്റെ ലാഭത്തിൽ മാത്രം കൊണ്ടല്ല, വേറെയുള്ള കാര്യങ്ങളും അതിലുണ്ട്. അത് ഏതൊക്കെയാണ്, ഈ 3 കോമ്പോണൻസ് ആണ് ഇതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പീപ്പിൾ. അതായത് ഈ ഒരു ബിസിനസ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ഇവിടെ പറയണത്. അപ്പോൾ 3 അപ്രോച്ചുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പീപ്പിൾ ആണ്. ബിസിനസ് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റി സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് എന്തൊക്കെയാണ്, അതായത് ജനങ്ങൾക്ക് സേഫ്റ്റി കൊടുക്കുന്നു. കാരണം ജോലി കൊടുത്തിട്ട് അവരുടെ ലൈഫ് അവർ സെക്യൂർ ആക്കി വെക്കുന്നു. കാരണം ശമ്പളത്തിൻ്റെ രൂപേണ അവരെ സേഫ്റ്റി ആക്കി വെക്കുന്നു. അത് തന്നെയാണ് ഒരു ബിസിനസ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്താണ്, ക്വാളിറ്റി ഏറിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് നല്ല
കുറച്ചുകൂടി ഡെവലപ്പ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഒരു കമ്പനി നമ്മുടെ സൊസൈറ്റിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും നൽകുന്ന കുറച്ച് ഫെസിലിറ്റീസ് ആണ്. രണ്ടാമത് പ്ലാനറ്റ്, അതായത് എൻവിറോൺമെൻറ്റൽ ആസ്പെക്റ്റ്. നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ഒരു ചുമതലയും കൂടിയുണ്ട്. അതായത് നമ്മൾ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കാം. ഇനി ഇൻ കേസ് മാലിന്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളതിനെ നല്ല രീതിയിലൊരു ഡിസ്പോസൽ ചെയ്യുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ വേസ്റ്റേജുകളൊക്കെ ഉണ്ടാവുക, അതിന് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ നല്ല രീതിക്ക് നട്ടുപിടിപ്പിക്കാൻ നോക്കുക. നമ്മൾ ഡീഫോറസ്റ്റേഷൻ മാക്സിമം കുറച്ചിട്ട് മരങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. മൂന്നാമത്തെ അപ്രോച്ചാണ് പ്രോഫിറ്റ് എക്കണോമിക് ആസ്പെക്റ്റ്. അതായത് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഗോൾ, അതായത് എയിം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കമ്പനി അങ്ങനൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കമ്പനീൻ്റെ പ്രോഫിറ്റിനും ഈക്വലൈസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിനെയും എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം. രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് വേണം കമ്പനി അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ, ഒരു കമ്പനി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, ഇപ്പോൾ പ്രൊഡക്ട്സിൻ്റെ പാക്കേജ് ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ആ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിന് അത് സേഫ്റ്റിയാണ്, കാരണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജുകളൊക്കെയാണ്. അപ്പോൾ അത് എൻവിറോൺമെൻറ്റുമായിട്ട് സേഫ്റ്റി ആണെങ്കിലും എന്നാൽ കമ്പനികൾക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവേണ്ടേനും. അപ്പോൾ ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞ 3 അപ്രോച്ചസുകൾ, അതായത് ട്രിപ്പിൾ ബോട്ടം ലൈനിലെ 3 അപ്രോച്ചസ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, നെക്സ്റ്റ് ചലഞ്ചസ് ആൻഡ് ക്രിറ്റിസിസംസ് ഓഫ് CSR. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോസ്റ്റ്. അതായത് CSR ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് ചിലവ് വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ലൈക്ക് ഈ ചെറുകിടമായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലാഭം ഉണ്ടാവുമോ എന്നുള്ള ഭയം ഈ ഇൻവെസ്റ്റേഴ്സിന് തോന്നി തുടങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡിഫിക്കൽട്ടീസ് ഇൻ മെഷറിങ് ഇമ്പാക്റ്റ്. അതായത് ഈ CSR കൊണ്ട് ഉണ്ടാകുന്ന ലൈക്ക് പ്രോഫിറ്റുകൾ നമുക്ക് എങ്ങനെ എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റില്ല. അത് അളക്കാൻ വേണ്ടിയിട്ടൊരു മെത്തേഡ് നമുക്ക് ഇല്ലേനും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് കുട്ടികൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ള നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പലർക്കും പല പോലെ ആയിരിക്കും. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളും ഇത്തരം കമ്പനികൾക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനും കഴിയില്ല. നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് ബാലൻസിങ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ CSR ഫണ്ടും ലൈക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയുള്ള റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് മേ ബി അത് നമുക്ക് CSRനുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തന്നെ വേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എൻവിറോൺമെൻറ്റലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നല്ല അഫോർഡ് ചെയ്യാൻ പറ്റും, നല്ല എമൗണ്ടുകൾ വരും. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭം മേ ബി ഈ ഒരു CSRൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ലാഭം കുറയാണ്, അതൊരു നഷ്ടമായിട്ട് വരികയാണ്. നെക്സ്റ്റ് ഗ്രീൻ വാഷിങ്. അതായത് ഇത്തരം കമ്പനീസ്, അതായത് ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരിക്കലും CSR ബേസ്ഡ് ആയിട്ടുള്ളതല്ലേ കാരണം, അതായത് ഗ്രീൻ കമ്പനി അല്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സും ഇൻവെസ്റ്റേഴ്സൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ ഫേക്ക് അലൈൻമെൻറ്റ് ഉണ്ടാക്കുന്നു. അതായത് ഒരു ഗ്രീൻ കമ്പനിയാണ്, CSR ബേസ്ഡ് കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ട് കസ്റ്റമേഴ്സിനൊക്കെ ഇവരിലോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. അതാണ് ഗ്രീൻ വാഷിങ്. അങ്ങനെ ചില കമ്പനീസ് തട്ടിപ്പ് നടത്താൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ലാക്ക് ഓഫ് ലീഗൽ എൻഫോഴ്സ്മെൻറ്റ്. അതായത് പല രാജ്യങ്ങളിലും CSR ഓരോ കമ്പനികൾ ഏറ്റെടുക്കുന്നത് അവരുടെ വോളണ്ടറി, അവരുടെ സ്വമേധയായിട്ടുള്ള താല്പര്യം കാരണമാണ്. ഇപ്പം പല കമ്പനികളും CSR ഏറ്റെടുക്കുന്നുമില്ല. അതാണ് ഒരു ചലഞ്ചായിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോൺഫ്ലിക്റ്റ്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കേസിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ലാഭം കിട്ടണം എന്നായിരിക്കും ആ ഒരു കമ്പനിയിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിലും അവർക്ക് കൂടുതൽ സാലറി കിട്ടണം എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആണെങ്കിലോ അവർക്ക് എന്താണ് കുറഞ്ഞ എമൗണ്ടിൽ ആ ഒരു പ്രൊഡക്റ്റ് കിട്ടണം എന്നായിരിക്കും. പക്ഷെ നമ്മുടെ എൻവിറോൺമെൻറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ്
കോസ്റ്റ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കമ്പനി റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ലാഭം കുറയാൻ ചാൻസ് ഉണ്ട്. ഈ ലാഭം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവിടുത്തെ ജീവനക്കാരെ സാലറീസിന് എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ആണ് അതിൻ്റെ ചലഞ്ചസും ക്രിറ്റിസിസും ആയി വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര ടോപ്പിക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതോടുകൂടി MT CSR 5 മൊഡ്യൂൾ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.